Hello developers, welcome to the first video of Let's Learn React. So എന്താണ് React? Basically speaking, നമുക്ക് വെബ്സൈറ്റും വെബ് ആപ്സും ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു UI ലൈബ്രറിയാണ് റിയാക്ട്. ഓക്കെ, സോ എന്തിനാണ് നമ്മൾ റിയാക്ട് യൂസ് ചെയ്യുന്നത്? നമ്മൾ നോർമലി ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ അതിൽ ഈ ഒരു കേസ് അപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ ഒരു ഇതാണ് നോക്കി, ഒരു എക്സാമ്പിളാണ് നോക്കി. ഇവിടെ ഒരു വീഡിയോ കാർഡ് ഉണ്ട്, നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ ജസ്റ്റ് നമ്മളെ വീഡിയോൻ്റെ ഒരു കാർഡ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഓപ്പൺ ആവും. ഓക്കെ, സോ നമ്മൾ ഈ ഒരു കേസ് ചിന്തിച്ച് നോക്കുക. നമ്മളിപ്പോൾ യൂട്യൂബിൻ്റെ ക്ലോൺ ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ യൂട്യൂബ് പോലത്തെ ഒരു വെബ്സൈറ്റ് നമ്മൾ ബിൽഡ് ചെയ്യണം, ഒരു വെബ് ആപ്പ് നമ്മൾ ബിൽഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടി വരും. ഓക്കെ, നമ്മളൊരു നോർമൽ നമ്മളൊരു HTML CSS യൂസ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചും ചിന്തിച്ച് നോക്കുക. നമ്മളെങ്ങനെ ആയിക്കല്ലേ ചെയ്യല്? കുറേ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കോഡ് ഉണ്ടാവും. ഇവിടെ വന്ന് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കോഡ് ഉണ്ടല്ലോ, റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കോഡ് നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ ചെറിയ കോമ്പണൻസ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അതാണ് അതിനെ നമ്മൾ റിയാക്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ UI സിമ്പിൾ കോമ്പണൻസ് ആക്കി മാറ്റാം, അതായത് റീയൂസബിൾ കോമ്പണൻസ് ആക്കി മാറ്റാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ ഒരു കേസിലും ഈ ഒരു കാർഡ് ഒരു സിമ്പിൾ വീഡിയോ ഫംഗ്ഷൻ ആക്കിയിട്ട് റീയൂസബിൾ കോമ്പണന്റ് ആക്കിയിട്ട് മാറ്റാം. ഈ ഒരു വീഡിയോ ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? എവിടെ യൂസ് ചെയ്യാം? നമുക്ക് എവിടെ യൂസ് ചെയ്യാം? നമുക്ക് ലിസ്റ്റ് വ്യൂ ഉണ്ട്. യൂട്യൂബിൻ്റെ കേസിൽ ഒരു ലിസ്റ്റ് വ്യൂ ആവും, അല്ലെങ്കിൽ ഗ്രിഡ് വ്യൂ ആവും. ലിസ്റ്റ് വ്യൂ നമുക്ക് എന്ത് ചെയ്യാം? ഇതാ മതി, നമ്മൾ ആപ്പ് ചെയ്യുന്ന ഡാറ്റ ഫെച്ച് ചെയ്തിട്ട് ഈ ഒരു ഇത് പാസ് ചെയ്ത് കൊടുത്താൽ മതി, ഈ ഒരു കോമ്പണന്റ് പാസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ബേസിക്കലി റിയാക്ടിന്റെ സിംപ്ലസ്റ്റ് ഫോമിലാണ് പറയുന്നത്. റിയാക്ട് അതിനാണ് യൂസ് ചെയ്യുന്നത്, റീയൂസബിൾ കോമ്പണൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ. അതായത് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? UI ബിൽഡ് ചെയ്യാം, സ്കെയിലബിൾ ആയിട്ടും ഈസി ആയിട്ട് നമുക്ക് UI ബിൽഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീഡിയോ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് വേറെ കോമ്പണന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഒരു വീഡിയോ കോമ്പണന്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? അതുപോലെ എന്ത് ചെയ്യാം? ആ ലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? എവിടെ യൂസ് ചെയ്യാം? അതിലോട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഏതൊക്കെ ആ വീഡിയോസും ഇവിടെ MG ഹെഡിങ് വേറെ സംഭവം ഉണ്ട്. ആ ഹെഡിങ് ഈ ഒരു 3 വീഡിയോസും കാണിക്കാനുള്ള ഒരു ഹെഡിങ് ഉണ്ട്. അതും പാസ് നമ്മൾക്ക് എന്തൊക്കെയാണ് നമ്മളെ UI എങ്ങനെയാണ് ഇത് സംഭവത്തിലോട്ട് പാസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ റിയാക്ട് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആക്കി മനസ്സിലാക്കിയാൽ മതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ UIയിലുള്ള UIs ചെറിയ ചെറിയ കോമ്പണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാൻ റിയാക്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ റിയാക്ടിന്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ റിയാക്ട് ഫാസ്റ്റ് ആണ്. നമ്മളെ കമ്പാരിറ്റീവ്ലി നമ്മളെ എൻ്റയർ ബ്രൗസർ റീഫ്രഷ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു സ്പെസിഫിക് ഈ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇവിടെ ഈ ഒരു ഇത് നമ്മൾ ലൈക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എന്താവും? ആ ഒരു സെക്ഷൻ മാത്രമേ അത് അപ്ഡേറ്റ് ചെയ്യുള്ളൂ, എൻ്റെ നമ്മൾ വെബ്സൈറ്റ് റീലോഡ് ചെയ്യുന്നതിന് പകരം. അതുപോലെ റിയാക്റ്റിൽ നമുക്ക് ഒറ്റ index.html കാണാൻ പറ്റുള്ളൂ, കാരണം അത് സിംഗിൾ പേജ് ആണ്. ഓക്കെ, അതിലോട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഇൻജെക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവം. നമ്മൾ ഇപ്പോൾ നാവിഗേഷൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിലും എൻ്റെ നമ്മൾ പേജ് റീലോഡ് ചെയ്യുന്നതിന് പകരം നമ്മളത് എന്ത് ചെയ്യും? ജസ്റ്റ് റിയാക്ട് എന്ത് ചെയ്യും? ആ പേജ് അങ്ങോട്ട് സ്വാപ്പ് ചെയ്ത് കൊടുക്കും, അത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിത് സിമ്പിളാക്കി പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഇപ്പോൾ ഫ്രണ്ട് എൻഡ് ബിൽഡ് ചെയ്യുന്നത് സിമ്പിൾ ആക്കാനാണ്. അത്ര മനസ്സിലാക്കിയാൽ മതി.